ഒരു കാലഘട്ടത്തിൽ ഏലീശയുടെയും ഏലിയാവിന്റെ മേലും പകർന്ന അഭിഷേകം, സ്തോത്രം, അപ്പോസ്തലനായ പൗലോസിന് മേൽ പകർന്ന അഭിഷേകം, പത്രോസിന് മേൽ പകർന്ന അഭിഷേകം, അതിലൊട്ടും കുറയാത്ത നിലവാരത്തിലുള്ള അഭിഷേകം അനേകരിൽ ദൈവം കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാം ബാധ്യസ്ഥ, കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് ശക്തമായി അഭിഷിക്തന്മാരെ ഉപയോഗിക്കണമേ, അത് ആരും ക്ഷീണിച്ചു പോകരുത്, ദൈവമേ ശക്തീകരിക്കണമേ എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവർക്കൊരു കോട്ടയായി തീരും, അവർക്കൊരു ബലമായി തീരും. പ്രൈസ് ദി ലോർഡ്. മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, ജീവനോട് ഇരിക്കുവാൻ പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടവരാ. മരണാനന്തര ക്രിയകളും മരണാനന്തര പ്രാർത്ഥനയും ഒന്നും ഫലം ചെയ്യാൻ പോകുന്നില്ല. ജീവനോടിരിക്കുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. ജീവനോടിരിക്കുമ്പം പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കണം. ജീവനോടിരിക്കുമ്പം ഒരു ദൈവദാസനെ വിളിച്ച് ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുത്തേക്കണം. ജീവനോടിരിക്കുമ്പം കൂട്ടായ്മ ആചരിക്കണം. ഇതൊക്കെ ജീവനോട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളാ. സ്തോത്രം. നാം ഇവിടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതെ, അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് ചെയ്യേണ്ട ചില കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ മേലും എന്റെ മേലും ഉണ്ട്. അത് ചെയ്തു തീർക്കുവാൻ നാം ബദ്ധശ്രദ്ധരായിരിക്കണം. അതിൽ വിശ്വസ്തരായെങ്കിൽ മാത്രമേ അടുത്ത പ്രൊമോഷൻ നമുക്കുണ്ടാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസം, അതെ, ഈ നിങ്ങൾ കേട്ടിരിക്കുന്ന വചനം, അത് നമ്മൾ പ്രഖ്യാപിക്കണം. നമുക്കറിയാവുന്ന വചനം പ്രഖ്യാപിക്കുക, നമ്മൾ ഡിക്ലെയർ ചെയ്യുക. നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളുടെ വായിൽ കൂടെ വരുന്ന വചനത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇടപെടുവാനിടയായി തീരും. ആ വചനം വാളായി കത്തി ഒഴുകുമ്പോൾ തന്നെ അത് തീയായിട്ട് മാറും. ആ വചനം ചെന്നിട്ട് ദഹിപ്പിക്കേണ്ടതിനെ കത്തിച്ചു കളയും, അത് മുറിക്കേണ്ടതിനെ വാള് മുറിക്കും, തകർക്കേണ്ടതിനെ ചുറ്റികയായിട്ട് തകർക്കും. 3 ആക്ഷനാ ഒരു വചനം ഉരുവിടുമ്പോൾ ഉണ്ടാകുന്നത്. അതിന് നിങ്ങളുടെ ഉള്ളിൽ തരുന്ന ചെറിയ വിശ്വാസവും, അതേ ഹല്ലേലൂയ സ്തോത്രം, അതേ ആ വചനവും മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മളെ ഭാരപ്പെടുത്തുന്ന ഭാരത്തെ നോക്കി ഞാൻ നിരാശപ്പെടത്തില്ല, നിന്നെ ജയിക്കാൻ പോവാന്ന് പറയാമോ? നമ്മളെ ഭാരപ്പെടുത്ത വിഷയം, പ്രാർത്ഥന വിഷയം നോക്കി പറഞ്ഞു നിന്നെ ഞങ്ങൾ ജയിക്കാൻ പോവാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഡിക്ലെയർ ചെയ്യണം, ദൈവത്തിന്റെ വചനത്താലും ആത്മാവിനാലും ദൈവത്തിന്റെ അഭിഷേകത്താലും ഞാൻ ജയിക്കും. യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യേ. നമ്മൾ പറയണം, പറഞ്ഞു തുടങ്ങിക്കോ. പ്രൈസ് ദി ലോർഡ്. ഇത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ശത്രു ചുരുളും. സ്തോത്രം. അതോറിറ്റി ഡിക്ലെയർ ചെയ്യാൻ ചലനം തുടങ്ങും, ആത്മാവ് ഏറ്റെടുക്കും. ദൈവത്തിലെ ഇതിനകത്ത് രഹസ്യം എന്താണെന്നറിയാമോ? നമ്മൾ പല കാര്യം കണ്ടും കേട്ടും ഈ ലോകത്തിൽ സംഭവിച്ച പലതും, പഴത്തൊലിയെ ചവിട്ടി വീണു, അവിടെ ഇതാ ഇതൊന്നും കേൾക്കാൻ സമയം കൊടുക്കരുത്. ഇത് കേട്ട് പിന്നെ ഹൃദയം ക്ഷീണിച്ച് തഴമ്പ് പിടിച്ചാ പിന്നെ എത്ര ശക്തമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും ഉള്ളി കയറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഏതായാലും ഈ പ്രാർത്ഥന, ഈ പ്രെയർ ലൈനിന്റെ ആവശ്യകത എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ഗ്രഹിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഈ പ്രെയർ ലൈനിലെ മെസ്സേജ് കൊടുത്തതിന്റെ ഫലമായി ചില സഹോദരിമാർ അവിടെ ഇവിടെയൊക്കെ എന്നെ മീറ്റിങ്ങിന് വിളിച്ചു. അതേ ഫ്ലോറിഡയിലും അതേ ഒഹായോയിലൊക്കെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ ദൈവമേ, അവിടെ ഏകാന്തതയിൽ ഇരിക്കുന്ന അതേ വലിയ കൂട്ടങ്ങളൊന്നും ഇല്ലാത്ത സഹോദരന്മാര് ഈ പ്രെയർ ലൈനിൽ കയറി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവർ ഒത്തിരി വചനം കേൾക്കുന്നു, ശക്തന്മാരാകുന്നു, അവർ അതേ പ്രത്യാശ വർദ്ധിക്കുന്നു, അവരുടെ മേൽ ജീവിതത്തിന് മേൽ ദൈവം വിടുതലയക്കുന്നു. വലിയ സന്തോഷമുള്ള കുടുംബങ്ങളെ കാണുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ ഓർത്തു, ന്യൂയോർക്കിൽ ഇരുന്ന് ഞാൻ ഇതൊക്കെ കണ്ടും കേട്ടും എന്റെ മനസ്സ് ക്ഷീണിക്കത്തില്ല, അതല്ല ഞാൻ പറയാൻ വരുന്നത്. കണ്ടും കേട്ടും ഞാൻ ചില ഹാർഡായിട്ടുള്ള വചനമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലോറിഡ ചെന്നപ്പം അവിടുത്തെ വിശ്വാസികൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ സകലം കൂടെ കട്ടിയൊന്ന് കുറച്ചേക്കാൻ പറഞ്ഞു വചനത്തിന്റെ. അവരെന്നോട് പറഞ്ഞു തന്നു, ഇത് ന്യൂയോർക്കിലെ വിശ്വാസികൾക്ക് പറ്റിയതാ പാസ്റ്ററെ, അതിന് 1 കിലോയുടെ കൂട്ടിയിട്ടേക്കണം, പക്ഷെ ഞങ്ങൾക്ക് ശകലം ഡോസ് കുറച്ച് മതി, ഞങ്ങള് അതേ സമുദായത്തിൽ നിന്നൊക്കെ ഈയിടെ വിശ്വാസത്തിലോട്ട് വന്നവരാ, ഞങ്ങൾ അധികം പഴക്കമില്ല, ഞങ്ങൾക്ക് ശകലം ലഘുവായിട്ട് തന്നാ മതി, ചാലിച്ച് ശകലം കൂടെ വെള്ളം ചേർത്ത് ദഹിക്കത്തക്കവണ്ണം പരുവത്തിൽ തന്നാ മതി എന്ന് പറഞ്ഞപ്പോ അവർക്ക് സന്തോഷമായി. ഞാൻ നിങ്ങളോട് രഹസ്യം പറയട്ടെ, അതുകൊണ്ട് വിവിധ നിലവാരങ്ങളിലുള്ള ആൾക്കാർ ഈ പ്രെയർ ലൈനിലുണ്ട്.
ആരെങ്കിലും യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അത് സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുകയാണ്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതേ, സകല നാമത്തിനും മേലായ നാമം യേശു ക്രിസ്തുവിന്റെ നാമമാകിയാൽ സ്തോത്രം. അതെ, ഹല്ലേലൂയ, സ്തോത്രം. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് വഴിയുള്ളൂ. കാരണം യേശു ക്രിസ്തു പാപത്തെ വഹിച്ചവനാ നമ്മളെ രക്ഷിക്കുവാൻ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് നമ്മളെ സ്വതന്ത്രരാക്കുവാൻ യാഗമായി തീർന്നെങ്കിൽ വില കൊടുത്തവൻ മുഖാന്തരമല്ലാതൊരു വഴിയില്ല. ഇന്ന് പാൽക്കാലം വില കൊടുത്തവന്റെ ഉള്ളിൽ അതേ ഹല്ലേലൂയ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. യേശുവേ, നീ നിന്നെ രക്ഷകനായി എന്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറ. ദൈവിക സമാധാനത്താൽ നീ നിറയപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ, 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 സ്തോത്രം, 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 സ്തോത്രം. നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. തുടർന്ന് രാജാക്കന്മാരുടെ 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലേക്ക് പോകാം. രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകം 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളേണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. മതി. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. ഒരു രാജകീയ അഭിഷേകത്തെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. രാജകീയ അഭിഷേകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തിയത് പ്രൈസ് ദി ലോർഡ് ഏലിയാവിനെ കുറിച്ചാണ്. വളരെ ശ്രദ്ധിക്കണം. വളരെയധികം മെസ്സേജുകൾ ഇതിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഏലിയാവിനെ കുറിച്ച് വലിയ അധിക വിവരങ്ങളൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇവനെ കുറിച്ച് പറയുന്നത് തിസ്ബയിൽ നിന്നുള്ള തിസ്ബനായ ഏലിയാവെന്ന് മാത്രമേ അഡ്രസ് ഉള്ളൂ. ഈ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷ തുടങ്ങുന്നത് ആഹാബിന്റെ മുന്നില. ആഹാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, അതായത് ഒമ്രി, ശമരിയ എന്ന ഒമ്രിയുടെ മകൻ, അവന് പകരം അവൻ മരിച്ചപ്പോൾ അവന് പകരം രാജാവായി തീർന്ന ആഹാബ്. അവന് ഇസ്രായേലിൽ രാജാവായി. പക്ഷെങ്കിൽ ഇവൻ രാജാവായി തീർന്നപ്പോൾ സംഭവിച്ചത്, ഇവൻ യഹോവയ്ക്കെതിരായിട്ട് ദൈവിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി, അത് ഇതിനു മുമ്പ് ആ ഇസ്രായേലിനെ വാണ് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച സകലരെക്കാളും എല്ലാവരെക്കാളും അധികം അനിഷ്ടമായത് ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ദൈവിക പ്രമാണത്തിന് വിരുദ്ധമായി യേത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി അവൻ സ്വീകരിച്ചു. എന്നിട്ട് പോയി ക്ഷേത്രങ്ങൾ പണിതു. അവൻ അശേര പ്രതിഷ്ഠ ഉണ്ടാക്കി, അത് നമസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിന്റെ കോപം വരത്തക്കവണ്ണം തികച്ചും തന്റെ പ്രവൃത്തി ദൈവത്തിനെതിരായി അത് നീങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. നാം ചിന്തിക്കണം, ഏലിയാവ് ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി വന്ന ആളല്ല. ദൈവത്തിന്റെ അഭിഷിക്തനായി ഉയർത്തപ്പെട്ട ഏലിയാവ് ഒരു സെക്കൻഡ് കൊണ്ട് വന്ന ആളല്ല. ആഹാബ് ഭരണം തുടങ്ങി ദൈവത്തിനും ദൈവിക ആലോചനയ്ക്കും വിരുദ്ധമായി ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങൾ താൻ പലതും സ്വീകരിച്ച് അന്യാരാധനയിലേക്ക് പോയി ദൈവത്തെ കോപിപ്പിച്ച മണ്ഡലത്തിൽ എവിടെയോ